ഹായ് മച്ചന്മാരെ, V4 എക്സ്പ്ലെയിൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അച്ഛൻ്റെ വിയോഗത്തിൻ്റെ വേദനയിൽ കഴിയുന്ന ജീവു അച്ഛൻ എപ്പോഴും പറയാറുള്ള ആ മലയോര മേഖലയും വനങ്ങളും നേരിൽ കാണാൻ തീരുമാനിക്കുന്നു. മറ്റാരുടെയും സഹായമില്ലാതെ ഒറ്റക്കാണ് അവൻ ആ നിബിഡ വനത്തിലേക്ക് യാത്ര തിരിക്കുന്നത്. എന്നാൽ കാടിൻ്റെ വന്യതയിലേക്ക് ഇറങ്ങിച്ചെല്ലും തോറും വഴി തിരിച്ചറിയാനാകാതെ അവൻ അവിടെ ഒറ്റപ്പെട്ടു പോകുന്നു. പരിഭ്രാന്തനായി നിൽക്കുന്ന ജീവന് മുന്നിൽ കാട്ടുവാസിയായ മായ എന്ന പെൺകുട്ടി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. കാട്ടിൽ അപരിചിതനായ ഒരു യുവാവിനെ കണ്ടപ്പോൾ ശത്രുവാണെന്ന് കരുതി അവനെ ആക്രമിക്കാൻ തുനിയുന്നു. എന്നാൽ ജീവുവിന്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. അവൻ നിരപരാധിയാണെന്ന് മനസ്സിലായതോടെ അവൾ ശാന്തയാകുന്നു. ഈ സമയത്ത് വേട്ടക്കാരുടെ അമ്പേറ്റ് അവളുടെ കാലിന് കടുത്ത പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. പരിക്ക് വകവെക്കാതെ മുന്നോട്ട് പോയ മായ വേദന സഹിക്കാനാകാതെ കാട്ടിൽ ബോധരഹിതയായി വീഴുന്നു. ജീവു അവളെ താങ്ങിപ്പിടിച്ച് വനത്തിനുള്ളിലെ ഒരു സുരക്ഷിത താവളത്തിൽ എത്തിക്കുന്നു. അവിടെയുണ്ടായിരുന്ന സീമ എന്ന സ്ത്രീ മായക്ക് ആവശ്യമായ പച്ചമരുന്ന് ചികിത്സ നൽകി അവളെ പരിചരിക്കുന്നു. മായയെ കാട്ടിലെ ചില പ്രമാണികർ അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്കായി നിർബന്ധിച്ച് വിവാഹം കഴിക്കാൻ ശ്രമിക്കുകയാണെന്നും അവരിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവൾ ഓടുന്നതെന്നും സീമു ജീവുവിനോട് വെളിപ്പെടുത്തുന്നു. മായയുടെ സുരക്ഷിതമായ വീട് അവിടുത്തെ വലിയൊരു അഗ്നിപർവ്വതത്തിന് അടുത്താണ്. പരിക്കേറ്റ മായയെ അവിടെ വരെ എത്തിക്കാൻ സീമ ജീവുവിൻ്റെ സഹായം തേടുന്നു. ജീവുവിൻ്റെ പക്കലുണ്ടായിരുന്ന അച്ഛൻ്റെ പഴയ ചിത്രത്തിലുണ്ടായിരുന്നതും ഇതേ അഗ്നിപർവ്വതമായിരുന്നു. അതോടെ മായയെ സഹായിക്കാൻ ജീവു തീരുമാനിക്കുന്നു. അവർ ഒരുമിച്ച് അഗ്നിപർവ്വതം ലക്ഷ്യമാക്കി യാത്ര തിരിക്കുന്നു. എന്നാൽ വഴിമധ്യേ കാട്ടിലെ ഭീകരനായ ഒരു അത്ഭുത ജീവി അവർക്ക് നേരെ ആഞ്ഞടിക്കുന്നു. ജീവൻ പണയം വെച്ചുള്ള ആ പോരാട്ടത്തിൽ ജീവുവും മായയും ഒന്നിച്ചു നിന്ന് ആ ജീവിയെ നേരിടുന്നു. രാത്രിയായെങ്കിലും ജീവുവിൻ്റെയും മായയുടെയും യാത്ര തുടർന്നു. വഴിമധ്യേ അവർക്കൊരു ബസ് കാണാൻ സാധിക്കുകയും അവർ അതിൽ കയറുകയും ചെയ്തു. കാടിനടുത്തുള്ള ഒരു ചെറിയ പട്ടണത്തിൽ താമസിക്കുന്ന തൊഴിലാളിയായിരുന്നു ആ ബസ്സിലെ മറ്റു യാത്രക്കാർ. കാട്ടിൽ വരാനിടയുള്ള അപകടങ്ങളെക്കുറിച്ച് ബസ് ഡ്രൈവർ ജീവുവിന് മുന്നറിയിപ്പ് നൽകി. അടുത്ത ദിവസം രാവിലെ മായക്ക് പെട്ടെന്ന് അസുഖം ബാധിച്ചതായി അഭിനയിക്കുകയും ഇത് കണ്ട് ജീവു ബസ് നിർത്തിക്കുകയും ചെയ്തു. മായക്ക് ആ പട്ടണത്തിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതിനാലാണ് അവൾ അങ്ങനെ അഭിനയിച്ചത്. ബസ്സിൽ നിന്നും ഇറങ്ങിയ അവരുടെ മുന്നിലേക്ക് പെട്ടെന്ന് കാട്ടുവാസികളുടെ തലവൻ പ്രത്യക്ഷപ്പെട്ടു. മുൻപ് മായയുടെ കാലിൽ അമ്പെയ്ത് ഈ തലവന്റെ ആളുകളായിരുന്നു. മായയെ സ്വന്തമാക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. ജീവുവും ഗോത്രത്തലവനും തമ്മിലുള്ള പോരാട്ടം മായയെ പിടികൂടാൻ ശ്രമിച്ച തലവനെ ജീവു തടയാൻ ശ്രമിച്ചു. തുടർന്ന് അവർ തമ്മിൽ ബസ്സിനുള്ളിൽ വെച്ച് കടുത്ത പോരാട്ടമുണ്ടായി. ശക്തനായ തലവന്റെ മർദ്ദനമേറ്റ് ജീവുവിന് പരിക്കേറ്റെങ്കിലും കൃത്യമായ അവസരം നോക്കി ജീവു തിരിച്ചു ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അവിടെ നിന്ന് രക്ഷപ്പെട്ട അവർ റെയിൽവേ ട്രാക്കിൽ എത്തുകയും ഒരു ചെറിയ റെയിൽ വണ്ടിയിൽ കയറി ദൂരേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. രാത്രിയായപ്പോൾ ഒരു സുരക്ഷിത സ്ഥാനത്ത് അവർ വിശ്രമിച്ചു. ജീവു മായുമായുള്ള ഭംഗിയെ പ്രശംസിക്കുകയും അവളോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും മായ അതിൽ താല്പര്യം കാണിച്ചില്ല. ആ സമയത്ത് തലവന്റെ ആളുകൾ അവിടെ എത്തി അവരെ വളഞ്ഞു. മായയുടെ ത്യാഗവും ദാരുണമായ അന്ത്യവും മുട്ടുകുത്തി നിന്ന് തലവൻ മായയോട് പ്രണയം അഭ്യർത്ഥിക്കുകയും വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ജീവുവിനെ രക്ഷിക്കാൻ വേണ്ടി മായ ആ തലവന്റെ കൂടെ പോകാൻ സമ്മതിക്കുകയും അയാളെ ചുംബിക്കുകയും ചെയ്തു. എന്നാൽ ജീവു തലവനെ ആക്രമിക്കാൻ തുനിഞ്ഞപ്പോൾ തലവൻ ജീവുവിനെ അടിച്ച് ബോധരഹിതനാക്കി. അടുത്ത ദിവസം രാവിലെ ബോധം വന്ന ജീവു താൻ കാട്ടിൽ തനിച്ചാണെന്ന് മനസ്സിലാക്കി യാത്ര തുടർന്ന ജീവു ദൂരെ ഒരു രാക്ഷസ രൂപം നടന്നു പോകുന്നതും കാട്ടുവാസികളുടെ മൃതദേഹങ്ങളും കണ്ടു. മായയെ തേടി ജീവു അഗ്നിപർവ്വതത്തിനടുത്തേക്ക് നടന്നു. അവിടെ വെച്ച് ജീവുവും ഗോത്രത്തലവനും വീണ്ടും നേർക്കുനേർ വരികയും അടുത്ത പോരാട്ടത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അഗ്നിപർവ്വതത്തിൽ പ്രകമ്പനമുണ്ടാവുകയും ഭൂമി കുലുങ്ങാൻ തുടങ്ങുകയും ചെയ്തു. ഈ അവസരം മുതലെടുത്ത് ജീവു തന്റെ ആയുധമെടുത്ത് പോരാട്ടം തുടർന്നു. അവർ തമ്മിലുള്ള ചോരക്കളി നിർത്താൻ വേണ്ടി മായ അവർക്കിടയിലേക്ക് ചാടി വീണു. എന്നാൽ നിർഭാഗ്യവശാൽ രണ്ടുപേരുടെയും ആയുധങ്ങൾ ഒരേ സമയം മായയുടെ ശരീരത്തിൽ തറച്ചു കയറി. മായയുടെ ഈ അവസ്ഥ കണ്ട് ഭയന്നുപോയ ജീവു അവളെ രക്ഷിക്കാൻ തലവനോട് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും അയാൾ അത് ക്രൂരമായി നിരസിച്ചു. മായയോട് സത്യസന്ധമായ പ്രണയം തോന്നി തുടങ്ങിയ ജീവുവിന് അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുണ്ടായിരുന്നു. അവളെ ഒരു ഭാര്യയായി കൂടെ കൂട്ടാൻ അവൻ ആഗ്രഹിച്ചുവെങ്കിലും വിധി മറ്റൊന്നായിരുന്നു. ചോര വാർന്നൊലിക്കുന്ന ശരീരത്തോടെ മായ ജീവുവിനെ അവസാനമായി ചുംബിച്ചുകൊണ്ട് അവന്റെ മടിയിൽ കിടന്ന് കണ്ണടച്ചു. ജീവുവിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ ആ ഗോത്രത്തലവന്റെ കൂടെ പോകാൻ സമ്മതിച്ചത്. അവളുടെ ആ വലിയ ത്യാഗം ജീവുവിന്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു. യഥാർത്ഥ പ്രണയമെന്നാൽ വലിയൊരു ആത്മത്യാഗം കൂടിയാണെന്ന് ജീവു ആ നിമിഷത്തിൽ തിരിച്ചറിഞ്ഞു. തന്റെ ജീവൻ നൽകി അവൾ അവനെ രക്ഷിക്കുകയായിരുന്നു. ഏകാന്തതയും കഥയുടെ ശുഭാന്ത്യവും മായയുടെ വേർപാടിന് ശേഷം ജീവു ആ കാട്ടിലൂടെ തന്റെ യാത്ര തുടർന്നു. ഒടുവിൽ അവൻ ആഗ്രഹിച്ചതുപോലെ തന്റെ പിതാവിന്റെ ജന്മസ്ഥലമായ ആ മനോഹരമായ അഗ്നിപർവ്വതത്തിന് അരികിൽ അവൻ എത്തിച്ചേർന്നു. ലക്ഷ്യസ്ഥാനത്തെത്തിയെങ്കിലും അവനോടൊപ്പം സന്തോഷം പങ്കിടാൻ മായ ഇനിയും എന്ന യാഥാർത്ഥ്യം അവനെ ഏറെ സങ്കടപ്പെടുത്തി. അഗ്നിപർവ്വതത്തിന്റെ പശ്ചാത്തലത്തിൽ പച്ചപ്പ് നിറഞ്ഞ ആ താഴ്വരയിൽ അവൻ തികച്ചും ഏകാഗിയായി ഇരുന്നു. മായയുടെ ഓർമ്മകളും ആ കാട് അവന് നൽകിയ വലിയൊരു ജീവിത പാഠവുമായി ജീവു അവിടെ തൻ്റെ പുതിയ ജീവിതം ആരംഭിക്കുന്നതോടെ ഈ കഥ അവസാനിക്കുന്നു.